ഹലോ, എല്ലാവർക്കും നമസ്കാരം. സോ മൈ ഹാപ്പിനെസ് ഈസ് മൈ പ്രയോറിറ്റി. ഈ ഒരു സിമ്പിൾ സെൻറ്റൻസിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പറയാനും കേൾക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണെങ്കിലും നമുക്കൊന്നും പ്രാക്ടിക്കലി നമ്മുടെ ലൈഫിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് പലപ്പോഴും അത്ര എളുപ്പമല്ല. എപ്പോഴും നമ്മൾ ചെയ്യണത് എന്താണെന്നറിയോ? പല കാര്യങ്ങളിലും, അതിപ്പോൾ ജോലി ആയാലും റിലേഷൻഷിപ്പ് ആയാലും വേറെ എന്തായാലും, ഈവൻ നമ്മൾ ഹാപ്പി അല്ലെങ്കിൽ പോലും ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, ഇങ്ങനൊരു മാസ്ക് എടുത്തിടും. വൈ? ഒരു നോ പറയുന്നത് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? വേറൊന്നുമല്ല, ഒരു നോ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവർക്ക് ബുദ്ധിമുട്ടാവുമോ, അവർ വിഷമിക്കുമോ, ഇങ്ങനെയല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഇങ്ങനെയല്ലാതെ ഞാൻ ഹാപ്പി ആയിരിക്കുമെന്ന് എപ്പോഴെങ്കിലും സ്വയം ചോദിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. താല്പര്യം ഇല്ലാതിരുന്നിട്ടും പറഞ്ഞ ഒരു യെസ്, അറ്റൻഡ് ചെയ്യാൻ ഇഷ്ടമില്ലായിരുന്നിട്ടും എടുത്ത ഒരു കോൾ, അങ്ങനെ തുടങ്ങി എത്ര സിറ്റുവേഷൻസ്. ഇതൊന്നും അല്ല കേട്ടോ, ലൈഫ് പാർട്ട്ണറിനെ വരെ വീട്ടുകാരുടെ മാത്രം ഇഷ്ടത്തിന് സെലക്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യണം, വേണ്ടെന്നല്ല. പക്ഷെ ഒരു നോ പറയാത്തത് കൊണ്ട് നമുക്ക് നമ്മളെ തന്നെ സ്വയം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ അഡ്ജസ്റ്റ്മെൻറ്റ്, ഇറ്റ്സ് സെൽഫ് ബിട്രയൽ ആൻഡ് ദാറ്റ്സ് നോട്ട് ഓക്കെ. എപ്പോഴും നോ പറയുന്നത് റൂഡല്ല, സെൽഫ് റെസ്പെക്റ്റൂടെയാണ്. സ്വന്തം ലൈഫിൽ ഹാപ്പി അല്ലാത്ത ഒരാൾ എങ്ങനെയാണ് വേറൊരാളെ ഹാപ്പി ആക്കി വെക്കുന്നത്? സോ ആദ്യം ഹാപ്പി ആവേണ്ടത് നമ്മളാണ്. ഇനിയെങ്കിലും ഇത്തരം സിറ്റുവേഷൻസ് ലൈഫിൽ വരുമ്പോൾ ധൈര്യമായിട്ട് പറയണം, ഓഫ് കോഴ്സ് മൈ ഹാപ്പിനെസ് ഇസ് മൈ പ്രയോറിറ്റി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് ഷെയർ. നിങ്ങളുടെ അഭിപ്രായം അതെന്താണെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ.